രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് രണ്ട് ടീച്ചേഴ്സ് കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. കാരണം അവിടെ നിന്ന കുട്ടികളും അവരും മരിച്ചു പോകും. അങ്ങനെ ജീവൻ രക്ഷിക്കാനായിട്ട് അവരെത്തിപ്പെട്ട ഗ്രാമം എന്ന് പറയുന്നത് ഗിഫോർഡ് എന്ന ഗ്രാമമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബംഗ്ലാവില് ഒറ്റപ്പെട്ട ദ്വീപിലായിരുന്നു അവർക്ക് താമസം ഒരുക്കിയത്. അവർക്കറിയില്ലായിരുന്നു ആ ഗ്രാമത്തിന്റെ ദുരൂഹതയും ആ വീടിന്റെ ദുരൂഹതയും പൈശാചികമായ ഒരു ദുരാത്മാവുള്ള കാര്യം അവർ മനസ്സിലാക്കിയെങ്കിലും അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം എന്താ? പുറത്തെ യുദ്ധം. പിന്നീട് അവർ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഈ ആത്മാവിന്റെ കൈകൊണ്ട് മരിക്കണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ പെട്ട് മരിക്കണം. അങ്ങനെ അവർ പെടാപ്പാട് പെടുകയാണ്. അങ്ങനെ അവസാനം അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ എല്ലാവരും മരിച്ചോ? അങ്ങനെ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വുമൺ ഇൻ ബ്ലാക്ക് എന്ന മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യ ഭാഗം കാണാനായിട്ട് മുകളിൽ ഒരു ഐ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് മല്ലു എക്സ്പ്ലെയിനർ സീരീസിൽ ഇന്ന് വൈകുന്നേരം കറക്റ്റ് 7 മണിക്ക് തന്നെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റിയോണി കെൻഷിൻ എന്ന വലിയൊരു മൂവി സീരീസിന്റെ കഥ തന്നെയാണ് അതിൽ തുടങ്ങുന്നത്. അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ മല്ലു എക്സ്പ്ലെയിനർ സീരീസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമന്റ് ബോക്സിലുണ്ട്. അപ്പൊ 7 മണിക്ക് കറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോകാം. കഥയുടെ ഒന്നാം ഭാഗം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഓർമ്മയില്ല നിങ്ങൾക്ക്? അതായത് സോഫിയക്ക് ഒരു ചാവി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എന്തിന്റെ ചാവിയാണെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ എഡ്വാർഡിനെ ആരോ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാരി ഒരു പഴയ ടേപ്പ് റെക്കോർഡിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആരുടേതാണത്? ജാനറ്റ് എന്ന സ്ത്രീയുടെ അനിയത്തിയായിട്ടുള്ള ആലീസിന്റെ വോയിസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഹാരി ഇപ്പോ ആ റെക്കോർഡറിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ശബ്ദം കൂടെ കേൾക്കുകയാണ്. ആലീസ് ആണ് പറയുന്നത്, അതായത് ജാനറ്റ്, നിന്റെ മകനെ കൊന്നത് ഞാനല്ല, അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. നീ ഒരു ഭ്രാന്തമായ ചിന്തയിലാണ്. ആ ചിന്തയിൽ നിന്ന് നീ പുറത്തു വാ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നിപ്പോ ആലീസ് ജാനറ്റിനോടൊന്നും തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. ഇതോടെ ആ ഒരു ഓഡിയോ റെക്കോർഡ് തീരുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സോഫിയ വന്നത്. സോഫിയ ചോദിച്ചു, എന്തുകൊണ്ടപ്പോ അത് നിർത്തിയത്? ഹാരി പറഞ്ഞു, ഇത് അത്രേ ഉള്ളൂ, ഇതിൽ അത്രേ റെക്കോർഡിംഗ് ഉള്ളൂ. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം ഹാരി എന്നിപ്പോ സോഫിയ പറയാണ്. ഇപ്പൊ സോഫിയയുടെ കയ്യിലുള്ള ആ ഒരു താക്കോലുണ്ടല്ലോ, അവർക്ക് ആ ഒരു ബേസ്മെന്റിൽ നിന്നും കിട്ടിയ അതിന്റെ അഗ്രഭാഗത്തായിട്ട് അവരൊരു ചിഹ്നം കാണുന്നുണ്ട്. ഇപ്പൊ സോഫിയ പറയാണ്, ഈ ചിഹ്നം കണ്ടിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ സോഫിയ പറയാണ്, എവിടെയാണത് കണ്ടതെന്ന് അറിയാമോ? ഞങ്ങളത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഫോറസ്റ്റിന്റെ അകത്ത് വെച്ചിട്ട് ടയർ പഞ്ചർ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു വീടുണ്ടല്ലോ, ഒരു വൃദ്ധനായ മനുഷ്യനെ ഈ സോഫിയ കണ്ട ആ വീട്ടിലായിട്ട് ഈ ചാവിയുടെ മുകളിലുള്ളതുപോലെ ഒരു ചിഹ്നം സോഫിയ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹാരിയോട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഹാരിയും പറഞ്ഞു. ആ ഒരു വാഹനവുമായിട്ട് ഹാരിയുടെ ജീപ്പുമായിട്ട് അവർ നേരെ അങ്ങോട്ട് പോവാണ്. ഹാരി ഈ ജീപ്പിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ തന്നെ സോഫിയക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഹാരി നല്ല ഭയത്തിലാണ്. കാരണം വളരെയധികം വേഗത്തിൽ തന്നെയാണ് അതിലൂടെ ഓടിച്ചു പോകുന്നത്. ആ വഴിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചതുപ്പ് നിലം പോലെയാണ്, രണ്ട് ഭാഗത്തും കടലാണ്. ചിലപ്പോ വൈകുന്നേരം ആകുന്ന സമയത്ത് അങ്ങനെ ഒരു വഴിയേ ഉണ്ടാവില്ല, അങ്ങോട്ടേക്ക് വെള്ളം കയറും. ഈ സമയത്ത് സോഫിയ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഹാരി ഇങ്ങനെ പേടിക്കുന്നത്? ഹാരി ഇപ്പോ ഒരു കഥ പറയാണ് കുറച്ച് മുന്നേ നടന്ന. അതായത് ഇവർ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വിമാനം തകർന്ന് കടലിൽ വീണ് പിന്നെ കപ്പലിലേക്ക് കയറി അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവന്റെ കുറച്ച് കൂട്ടുകാര് ട്രാപ്പിലായി പോയിരുന്നു. വെള്ളത്തിലാണ് കിടക്കുന്നത്, ഇരുട്ടാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള പേടി കൊണ്ട് തന്നെ അവരെ രക്ഷിക്കാനും കഴിഞ്ഞില്ല. തന്റെ കൂട്ടുകാരൊക്കെ മരിച്ചു എന്നിപ്പോ ഹാരി പറയാണ്. അതായത് ഹാരിക്ക് വെള്ളം നല്ല ഭയമാണ്. ഇപ്പൊ സോഫിയ അറിയാണ്, നീ വേഗം തന്നെ വണ്ടി എടുത്തോ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വരും. അടുത്ത സീനിൽ കാണിക്കുന്നത് എഡ്വാർഡിനെയാണ്. അതായത് ആ വീട്ടിൽ തന്നെ അവനിപ്പോ എന്തോ ഒരു പിക്ചറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് വലിയൊരു കുട്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എഡ്വാർഡ് എന്താണ് നിന്റെ കയ്യില്? ഇപ്പൊ എഡ്വാർഡ് പറയാണ്, ഇത് അന്ന് ടോം മരിച്ച സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പിക്ചറാണ്. ഇപ്പൊ ആ പെൺകുട്ടി അത് വാങ്ങുന്ന സമയത്ത് എഡ്വാർഡ് അത് കൊടുക്കുന്നില്ല. എങ്ങനെയാണ് ഇത് നിനക്ക് കിട്ടിയത്? എഡ്വാർഡിന്റെ അത് ചോദിക്കുകയാണ്. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ കുട്ടികളും പോവാണ്. എഡ്വാർഡ് മാത്രമാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്താണ് എഡ്വാർഡ് മുകളിലേക്ക് നോക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്തോ വിടവുണ്ട്. അതായത് ഈ മരം എല്ലാം തകർന്നിട്ട് അതിന്റെ ഒരു ഓട്ടോ പോലെ അതിൽ നിന്ന് ഒരു കൈ ഇപ്പോ അതായത് പുറത്തേക്ക് വന്നിട്ട് അത് ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ്. ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് എഡ്വാർഡ്. പലപ്പോഴും ഭയം ഉണ്ടെങ്കിലും അത് അവന് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിയും സോഫിയും കൂടെ ആ ഒരു കിളവന്റെ അല്ലെങ്കിൽ അവരന്ന് വണ്ടി പഞ്ചറായി നിന്നുള്ള ഒരു സ്ഥലം അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ എത്തിയതിനു ശേഷം ആ ചാവിയിലുള്ള സിമ്പൽ ഉണ്ടല്ലോ, അതുപോലെയുള്ള ആ ഒരു വീട് തേടിയിട്ട് രണ്ടുപേരും സോഫിയും ഹാരി രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് പോവാണ്. വളരെയധികം വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ആൾ താമസമില്ലാത്ത കുറെ വീടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടുപേരും രണ്ട് വഴിക്കാണല്ലോ. സോഫി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴാണ് സോഫി ഒരു കാര്യം കാണുന്നത്. ഒരു വീടിന്റെ വാതിലിന് മുന്നിലായിട്ട് ചാവിയിലുള്ള അതുപോലെ തന്നെയുള്ള മുദ്ര. പെട്ടെന്ന് തന്നെ സോഫി എന്ത് ചെയ്തു? ഹാരിയും വിളിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറിയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ വീട് മറ്റാരുടേതുമല്ല, അന്ന് സോഫി കണ്ട ആ ഒരു വൃദ്ധനായ മനുഷ്യൻ ഉണ്ടായിരുന്ന അതേ വീട് തന്നെയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു കോട്ടയിലാണ്, ആ പ്രേതഭവനത്തില്. അവിടെ ഇപ്പൊ കാണിക്കുന്നത് നേരത്തെ എഡ്വാർഡിന്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ ഒരു ചെറിയ പെൺകുട്ടി, അവളെയാണ് കാണിക്കുന്നത്. അവളിപ്പോ ഇങ്ങനെ എഡ്വാർഡിനെ നോക്കിയിട്ട് അവിടെ ഓരോ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. എഡ്വാർഡിനെ കാണാനില്ല. എഡ്വാർഡ്
എഡ്വാർഡ് എന്നിങ്ങനെ വിളിച്ച് പോകുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു ചുവന്ന ചരട് ഇങ്ങനെ കാണുന്നത്. മിക്കവാറും ഇത് അവൻ തന്നെ ചെയ്ത പണിയായിരിക്കും എന്ന് കരുതിയിട്ട് ആ പെൺകുട്ടി ആ ചരട് അടുത്ത് അവളുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അതിങ്ങനെ കയ്യിൽ ചുരുട്ടി അവൾ കളിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്ന സോഫിയാണ്. അവൾ ആ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് അവളുടെ കയ്യിലുള്ള ചാവിയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പഴയ പെട്ടികളൊക്കെ തുറക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു പെട്ടി സോഫിയക്ക് തുറക്കാനും കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം, അതിൽ നിന്നൊരു കുട്ടിയുടെ ഫോട്ടോ, കുറച്ച് വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കോട്ടയിലാണ്, പ്രേതഭവനത്തില്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലൂടെ എഡ്വാർഡിനെ നോക്കിയിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ആ ചുവന്ന ചരടുമുണ്ട്. ഒരു സമയത്ത് എഡ്വാർഡ് ആ പെൺകുട്ടിയുടെ പിറകിലേക്ക് വരികയാണ്. എഡ്വാർഡ് എന്ന് വിളിച്ചിട്ട് എഡ്വാർഡിനെ ഇങ്ങനെ ആ പെൺകുട്ടി നോക്കുന്നുണ്ടെങ്കിലും എഡ്വാർഡിന്റെ മുഖത്ത് യാതൊരു റിയാക്ഷനും ഇല്ല. അവൻ എന്ത് ചെയ്തെന്നോ, പെട്ടെന്ന് തന്നെ ആ മുറിയുടെ വാതിൽ അടച്ചിട്ട് അവൻ പോവാണ്. പെട്ടെന്ന് ആ പെൺകുട്ടി അങ്ങ് പേടിച്ചുപോയി. അടുത്ത സീനിൽ കാണിക്കുന്നത് സോഫിയാണ്. സോഫി നിൽക്കുന്ന റൂമും ഇതുപോലെ തന്നെ ആരോ പുറത്ത് നിന്ന് അടക്കുകയാണ്. അത് അടച്ചത് മറ്റാരുമല്ല, അവിടെ ഉണ്ടായിരുന്ന സോഫിയെ നേരത്തെ കണ്ട ആ വൃദ്ധൻ തന്നെയായിരുന്നു. അയാളിപ്പോ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നീ കണ്ടതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഓരോ കുട്ടികളും ഇനി മരിക്കാൻ പോവാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രേതക്കോട്ടയിലാണ്. അവിടെ ഇപ്പൊ ആ പെൺകുട്ടി എന്താണ് ചെയ്യുന്നതെന്നോ, ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ചുവന്ന ചരട് അവള് തന്നെ സ്വന്തം കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അത് ഇറക്കി വലിച്ചു പിടിക്കുക. ഒന്ന് ആലോചിച്ചൊക്കെ. ഇവിടെ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് സോഫിയാണ്. സോഫിയെടുത്ത് ആ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ ചൂടാകുന്നുണ്ട്. അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കണ്ണു കാണില്ല, അതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തിനും എന്റെ ചുറ്റുമുള്ള കുട്ടികൾക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷെ നീ കാരണം ആ കുട്ടികൾ ഇനി മരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പൊ സോഫി ഉപദ്രവിക്കാനായിട്ട് തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാൾ കാണുന്നത് തന്നെ ശബ്ദം ഉണ്ടാക്കാതെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. കാരണം അയാൾക്ക് കണ്ണ് കാണില്ലല്ലോ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രേതക്കോട്ടയിലാണ്. ഇപ്പൊ ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്, കഴുത്തിൽ ആ ചരട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വായിലൂടെ ചോരയും നുരയും പതയെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവള് മരിക്കാനായിട്ടുണ്ട്. അതേ സമയത്താണ് അതിന്റെ വാതിൽ തുറന്നിട്ട് അങ്ങോട്ടേക്ക് ഹെഡ് മിസ്ട്രസ് വരുന്നത്. അവർ ചോദിച്ചു, നീ എന്താ മോളെ ഈ കാട്ടുന്നത്? പെട്ടെന്നാണ് ആ പെൺകുട്ടിക്ക് സ്വബോധം വന്നത്. അവള് പെട്ടെന്ന് തന്നെ ആ ഒരു ചരട് കഴുത്തുനിന്ന് അഴിക്കുകയാണ്. ഇതേ സമയത്ത് സോഫി എന്താണ് ചിന്തിക്കുന്നത്, അവൾ ആ വീട്ടിൽ നിന്നും കിഴവന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവളിപ്പോ ചില ശബ്ദങ്ങൾ, അതായത് ചെറിയൊരു ഇരുമ്പിന്റെ കഷ്ണം എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് എറിഞ്ഞ് അപ്പൊ ആ വയസ്സനായ മുൻഷി അങ്ങോട്ടേക്ക് പോയി. ആ ഒരു ഗ്യാപ്പിൽ തന്നെ സോഫി ഇറങ്ങി ഓടുകയാണ്. ഇപ്പൊ പുറത്ത് സോഫിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹാരി അവന്റെ ജീപ്പുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വേഗം തന്നെ ആ ഒരു ജീപ്പുമായിട്ട് ഇവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. ഇവരുടെ പിന്നാലെ തന്നെ പതിയെ പതിയെ ആ ഒരു വൃദ്ധനായ മനുഷ്യൻ വരുന്നുണ്ട്. അയാൾ ഒറ്റക്കായിരുന്നില്ല, കുറെ മരിച്ച കുട്ടികളുടെ ആത്മാവും അയാളുടെ ചുറ്റും ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് ആ ജീപ്പിൽ ഇങ്ങനെ ഒരു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോഫി ഈ സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലെറ്റർ വായിച്ചു നോക്കുകയാണ്. അത് എഴുതിയിട്ടുള്ളത് ജാനറ്റ് ആയിരുന്നു. അതായത് പ്രേതത്തിനെ പോലെ ആ കറുത്ത വസ്ത്രം ധരിച്ച് ഇതിലൂടെ നടക്കുന്ന ആ ഒരു ആത്മാവിന്റെ കത്ത് തന്നെയാണ്. അതിൽ പേരുണ്ടായിരുന്നു. ഇപ്പൊ സോഫി അത് വായിക്കുകയാണ്. അപ്പൊ അതിന്റെ ചുരുക്കം എങ്ങനെയാണ്, മോനെ നിന്റെ അമ്മ ഞാനാണ്, മറ്റാരുമല്ല. എന്തൊക്കെ തന്നെ ചെയ്താലും ശരി, നിന്റെ യഥാർത്ഥത്തിലുള്ള അമ്മ ഞാൻ തന്നെയാണ്. നിന്നെ വളർത്തുന്നത് പലരുമായിരിക്കും. പൊന്നുമോനെ നെതാനിയൽ, നീ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ഓടി വരണം. ഇങ്ങനെ വളരെയധികം വികാരപൂർണമായ ഒരു കത്തായിരുന്നു അത്. പക്ഷെ ഈ കത്ത് നെതാനിയൽ വായിക്കുന്നതിന് മുന്നേ തന്നെ അവൻ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാനറ്റ് വിഷമം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. ഇപ്പോഴാണ് സോഫിയക്ക് കാര്യം മനസ്സിലാകുന്നത്. അതായത് തന്റെ മകനെ അറിയില്ലായിരുന്നു താനാണ് അമ്മയെന്ന്. അതുകൊണ്ട് തന്നെ ഈ ജാനറ്റിനുണ്ടായിരുന്ന ഭ്രാന്ത് അത് അവളുടെ ആത്മാവിനുണ്ടായിരുന്നു. ഭ്രാന്തമായ പൈശാചികമായ ആത്മാവായിട്ട് മാറിയായിരുന്നു ഈ സോഫി. അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ മരിക്കുന്നത്. മാത്രമല്ല നമ്മൾ എന്താണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികളെ മാത്രം കൊന്നു കളയുന്ന ഈ ഒരു ആത്മാവിന്റെ അടുത്തേക്ക് നമ്മുടെ എല്ലാ കുട്ടികളെയും കൊണ്ടുപോയി വെച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തോ വലിയ അപകടമാണ് നമ്മൾ കാട്ടിയത്. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകുന്നപ്പോ സോഫി ഹാരിയെടുത്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കഴിയുന്ന വേഗത്തിൽ ആ ഒരു ജീപ്പുമായിട്ട് ഇവർ ആ പ്രേതക്കോട്ടയിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയ സമയത്ത് തന്നെ സോഫിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ആ സ്ത്രീ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ സോഫിയെ ചീത്ത പറയാണ്. കാരണം സോഫിയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടന്നിട്ടാണ് ഇപ്പൊ കുറച്ച് മുന്നേ ഒരു പെൺകുട്ടി കാട്ടിയത് എന്താണെന്ന് അറിയാവോ? സ്വന്തം അവളുടെ കഴുത്തിൽ ഒരു ചരട് ചുറ്റിയിട്ട് അവള് മുറുക്കി കുറച്ചു നേരം കൊണ്ട് അവള് മരിക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളത് ഭാഗ്യം. പക്ഷെ സോഫിയക്ക് സത്യം അറിയാലോ. അവള് വീണ്ടും പറയാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോവാ. ഈ സമയത്ത് ഹെഡ് മിസ്ട്രസ് പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോ, മറ്റൊരു സ്ഥലം ഇല്ലാന്ന് നിനക്ക് അറിയില്ലേ. ഈ സമയത്താണ് ഇവരെല്ലാവരും ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു വീടിന്റെ പുറത്തേക്ക് വന്ന് നോക്കിയ ഹാരി കാണുന്നത് ഈ ബോംബർ വിമാനങ്ങൾ ഉണ്ടല്ലോ, അതിങ്ങനെ ബോംബ് അവിടെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർക്കിനി ഇവിടെ നിന്നും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല. പുറത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവർ നിൽക്കുന്നത് ഒരു പ്രേതഭവനത്തിലോ ചെകുത്താന്റെയും കടലിന്റെ നടുവിലായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രേതവീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഹാരി പറയാണ്, എന്തായാലും ഇനി പുറത്തേക്ക് പോകും നടക്കില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ബേസ്മെന്റിൽ പോയിരിക്കാം. അങ്ങനെ ഇവരെല്ലാവരും കുട്ടികളെല്ലാവരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് തന്നെ ആ ഒരു ബേസ്മെന്റിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ ബേസ്മെന്റിലുള്ള സോഫി
സോഫിയും ഹാരിയും കൂടെ സംസാരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യം വെളിവാകുന്നത്. സോഫിയ പണ്ടൊരു സ്വപ്നം കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് ചുമരിലെ കാർപ്പറ്റിൽ ഒരു ദ്വാരം കണ്ടു. അവൾ അതെങ്ങനെയൊക്കെയോ വലിച്ചു കയറി അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ അവിടെ കണ്ടത് ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഒരു സ്ത്രീ കിടന്ന് കരയുന്നുണ്ട്. അതായത് പ്രസവിക്കുകയാണെന്ന് തോന്നുന്നു. അതിനുശേഷം ആ പ്രസവിച്ച കുഞ്ഞിനെ എടുത്തിട്ട് ഒരു നേഴ്സ് അവിടെ നിന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ അത് ജാനറ്റ്, അതായത് ആ ആത്മാവിന് സംഭവിച്ച കാര്യമായിരുന്നില്ല. അത് സോഫിയക്ക് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യമായിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ ഇവൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവളിൽ നിന്ന് പിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജാനറ്റിന്റെ ആത്മാവ് എന്റെ അടുത്ത് എന്തോ ദേഷ്യം തീർക്കുന്നുണ്ട്. ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു വേദന ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും എന്നിലേക്ക് തരികയാണ്. ഇപ്പൊ ഹാരിയോട് ഈ കാര്യങ്ങളൊക്കെ സോഫിയ പറയാണ്. ഞാൻ ഒരുപാട് കാലം എന്റെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്നു, പക്ഷെ എനിക്ക് അവനെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജാനറ്റ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ആ ഒരു ദേഷ്യം എന്റെ കുഞ്ഞിനെ വിട്ടുകളഞ്ഞല്ലോ, ആ ഒരു ദേഷ്യം അവൾ എന്നെ മാനസികമായിട്ട് അവൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടെ നടക്കുന്നത്. അതായത് ആ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എഡ്വാർഡ്, അവന്റെ കയ്യിൽ ഇപ്പൊ ഒരു പാവക്കുട്ടിയുണ്ട്. ആ പാവക്കുട്ടി അവൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് മറ്റാരുമല്ല, ജാനറ്റിന്റെ ആത്മാവ് തന്നെയാണ്. അവൻ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരി എല്ലാം ഒറ്റയടിക്കാൻ കെട്ടുപോവുകയാണ്. മുഴുവനായിട്ടും ഇരുട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ സോഫിയക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഒച്ച വെച്ചിട്ട് കുട്ടികളെല്ലാം അടുത്തേക്ക്, എന്താ പറയാ, ഒരു കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി ഇങ്ങനെ പിടിക്കുന്നത് പോലെ എല്ലാവരെയും അടുത്തേക്ക് വിളിക്കുകയാണ്. ഈ സമയത്ത് ഹെഡ് മിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച സോഫിയ? പക്ഷേ സോഫിയക്കല്ലേ അറിയുള്ളൂ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പെട്ടെന്ന് തന്നെ തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് അവിടെയുള്ള മെഴുകുതിരി എല്ലാം കത്തിക്കാൻ ശ്രമിക്കുകയാണ് സോഫിയ. അങ്ങനെ ഇപ്പൊ ഒരു തീപ്പെട്ടി സോഫിയ കത്തിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, തൽക്കാലം ജെസ്സി എന്ന് വിളിക്കാം, അവളുടെ പിന്നിലായിട്ട് ഒരു രൂപത്തെ ഇങ്ങനെ കാണാനുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മെഴുകുതിരികളും സോഫിയ കഴിയുന്നത് പോലെ തന്നെ കത്തിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരാളാ, അതായത് ഈ ജെസ്സി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി കാണാതായിട്ടുണ്ട്. ഇപ്പൊ ജെസ്സി എന്ന് പറഞ്ഞ ആ കാണാതായ പെൺകുട്ടി എന്താ ചെയ്യുന്നത്? അവളിപ്പോ തനിയെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് അവളാണോ? അല്ല, അവളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇപ്പൊ ജെസ്സി എന്ത് ചെയ്തെന്നോ, അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്ക് എടുത്തിട്ട് അവള് കഴുത്തിലൂടെ ഇടുകയാണ്. പിന്നീട് അത് മുഖം മുഴുവനായിട്ട് കവർ ആകുകയാണ്. അവൾക്കിപ്പോ ശ്വാസം കിട്ടുന്നില്ല. എന്നിരുന്നാലും അവളത് ഊരിക്കളയുന്നില്ല. എന്തുകൊണ്ടാ? ജാനറ്റ് എന്ന ആത്മാവ് അതാണ് ഇത് ചെയ്യിക്കുന്നത്. അങ്ങനെ ശ്വാസം കിട്ടാതെ ഈ ജെസ്സി ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവളുടെ മുന്നിലായിട്ട് മുമ്പേ മരിച്ചുപോയ ആ കുട്ടികളുടെ ആത്മാവുണ്ടല്ലോ, അവരെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞു. സോഫിയും ബാക്കിയുള്ള എല്ലാവരും ലാസ്റ്റ് ജെസ്സിയെ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവള് മരിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒരു കാഴ്ച കണ്ടിട്ട് മനസ്സ് പൊട്ടി തകർന്നു പോയിട്ടുള്ള സോഫി അലറി കലയാണ്. സോഫി ഇപ്പൊ വളരെയധികം സങ്കടത്തോട് തന്നെ ഇപ്പൊ ഹാരിയോടും ഹെഡ് മിസ്റ്റേഴ്സിന്റെ അടുത്തും പറയാണ്, ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ ഇവിടെ നിന്ന് പോകണം. ഈ സമയത്ത് ഹാരി പറയുകയാണ്, ഇപ്പൊ പുറത്തേക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, അറിയില്ല നിനക്ക് പുറത്തെ സാഹചര്യം. ഇപ്പൊ പുറത്തേക്ക് നോക്കി സോഫിയ പറഞ്ഞു, ഇപ്പൊ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ടില്ലേ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത്, അതായത് നിന്റെ ക്യാബിൻ ഇവിടെ അടുത്ത് തന്നെയല്ലേ, അങ്ങോട്ടേക്കെങ്കിലും ഞങ്ങളെ ഈ കുട്ടികളെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ്. കുറച്ചു നേരം ആലോചിച്ച ഹാരി പറയുകയാണ്, നമുക്ക് നാളെ രാവിലെ പോയാൽ പോരെ. പക്ഷെ സോഫിയ പറഞ്ഞു, ഇല്ല ഇപ്പൊ തന്നെ പോകണം. അങ്ങനെ ഇപ്പൊ ഹാരിയും സമ്മതിക്കുകയാണ്. അങ്ങനെ അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരങ്ങനെ പോവാണ്. അങ്ങനെ എല്ലാവരും പോവാൻ നിൽക്കുന്ന സമയത്താണ് സോഫിയ എഡ്വാർഡിന്റെ കയ്യിലായിട്ട് ഒരു പാവക്കുട്ടിയെ കാണുന്നത്. ഇപ്പൊ സോഫിയ ആ പാവക്കുട്ടി അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനത് കൊടുക്കുന്നില്ല. എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമായിരുന്നു ആ സമയത്ത് അവന്റേത്. എന്നിരുന്നാലും സോഫിയ പറഞ്ഞു, ഇവിടെയുള്ള ഒരു വസ്തു നമ്മൾ ഇനി എങ്ങോട്ടേക്കും കൊണ്ടുപോകണ്ട. അങ്ങനെ ഇപ്പൊ ബലമായിട്ട് തന്നെ അവന്റെ കയ്യിൽ നിന്നും ആ പാവക്കുട്ടി വാങ്ങി അവിടെ ഇട്ടിട്ട് എല്ലാ കുട്ടികളും കൂട്ടിയിട്ട് വേഗം തന്നെ ഇപ്പൊ ഹാരിയുടെ ജീപ്പിൽ കയറ്റിട്ട് പോവാണ്. ഹാരി ഇപ്പൊ നേരെ ചെന്നത് അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് സോഫിയക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് കുറെ തകർന്നു കിടക്കുന്ന വിമാനങ്ങളും കുറെ ബങ്കറുകളും, അതായത് കുറെ മണ്ണിനടിയിലുള്ള തുരങ്കങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ സത്യം എന്താണെന്ന് സോഫിയ ചോദിക്കുന്ന സമയത്ത് ഹാരി പറയാണ്, ഞാനൊരു പൈലറ്റ് ആയിരുന്നു, എന്റെ വിമാനം ക്രാഷായി നിലത്ത് വീണു, അപകടം ഉണ്ടായി, കുറെ പേര് മരിച്ചു. അതുകൊണ്ട് തന്നെ സ്ഥാനം കയറ്റം പോലെ എനിക്കിപ്പോ സ്ഥാനം ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബങ്കറിനെ നോക്കലാണ് എന്റെ ജോലി. എന്തുകൊണ്ടാണ് നീ സത്യം പറയാതിരുന്നതെന്ന് സോഫിയ ചോദിക്കുന്ന സമയത്ത് ഹാരി പറയുകയാണ്, ഇനി എങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയിട്ടാന്ന് പറയാണ്. ഇപ്പൊ സോഫിയ പറയാണ്, അതൊന്നും കുഴപ്പമില്ല. അവനിപ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തൂ, നമുക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കേണ്ടേ. ഇപ്പൊ ഹാരി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, അതായത് മണ്ണിനടിയിലായിട്ട് ഒരു ബങ്കർ ഇല്ലേ അവിടെയുള്ള, അതിന്റെ ഉള്ളിൽ കുട്ടികളെ മുഴുവനായിട്ട് നമുക്ക് ഒളിപ്പിക്കാം. അങ്ങനെ ഇപ്പോ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പട്ടാളക്കാരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് കുട്ടികളെയും സോഫിയയും ആ ഒരു അഡ്മിനിസ്ട്രേഷനെയും എല്ലാവരും ഇപ്പൊ ഹാരി കയറ്റിയിരുത്തിയതാണ്. പിന്നീട് ഹാരി പറഞ്ഞു, എന്തായാലും നമുക്ക് രാവിലെ വരെ ഇവിടെ തന്നെ നിൽക്കാം, രാവിലെ ആയിട്ടുണ്ട്, ഒന്നും ആലോചിക്കേണ്ട, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം, എങ്ങോട്ടെങ്കിലും പോവാം. ഇപ്പൊ എല്ലാവരും ആ ഒരു ടണലിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, ടീച്ചറെ, ടോം മരിക്കുന്നതിന് മുന്നേ ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് എഡ്വാർഡ് ഞങ്ങളോട് പറയുന്നുണ്ട്, അത് സത്യം തന്നെയാണോ? ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതെല്ലാം വെറും മണ്ടത്തരങ്ങളാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഹാരി പറയാണ്, എത്ര ദിവസം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കും? ഞാനൊരു കാര്യം പറയാം, ഞാനും കണ്ടിട്ടുണ്ട്, സോഫിയും കണ്ടിട്ടുണ്ട് ആ ഒരു ആത്മാവിനെ. ഇത് സത്യമല്ലെന്ന് നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കേണ്ട, അത് സത്യം തന്നെയാണ്. ഈ സമയത്താണ് സോഫിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, എഡ്വാർഡിന്റെ കയ്യിൽ ആ ഒരു പ്രേതഭവനത്തിൽ വെച്ച് കളഞ്ഞ ഒരു ബൊമ്മക്കുട്ടി ഉണ്ടല്ലോ, അത് ഇപ്പോഴും അവന്റെ കയ്യിൽ തന്നെ. എങ്ങനെ ഇത് സംഭവിച്ചു? പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത്
കൊടുക്കുന്നില്ല. ഇപ്പൊ സോഫി ചോദിക്കുന്ന മോനെ എഡ്വാർഡ് ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? പക്ഷെ എഡ്വാർഡ് എന്തെങ്കിലും പറയുന്നു, അവനൊന്നും മിണ്ടാതെ തന്നെ അതിങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. സോഫിയ കരഞ്ഞുകൊണ്ടെന്ന് ചോദിക്കുകയാണ്, മോനെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ മകനെ പോലെ തന്നെയാണ്, ദയവ് ചെയ്ത് പറയടാ ഇതെങ്ങനെ നിന്റെ കയ്യിലേക്ക് തിരിച്ചെത്തി? പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ എഡ്വാർഡിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, എഡ്വാർഡിനെ കീഴടക്കി കഴിഞ്ഞു ആ ഒരു ആത്മാവ്. ഈ സമയത്താണ് അവിടെ ഒരു കാര്യം സംഭവിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന റേഡിയോസ് ഇതെല്ലാം ആക്റ്റീവ് ആവുകയാണ്, കെടുത്തി വെച്ചിട്ടുള്ള ബൾബുകളൊക്കെ കത്താൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ ഹാരിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത് ആ ആത്മാവ് തന്നെയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ ബങ്കറിനടിയിൽ ഇരിക്കുന്നത് പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയും, ഈ റേഡിയോ എല്ലാം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പൊ പുറത്തു നിന്നും ഇതിലേക്ക് ആക്രമണം വരും. അപ്പൊ മനഃപൂർവ്വം തന്നെ ഇവിടെയുള്ള എല്ലാവരെയും കൊന്നുകളയാനാണ് ആ ഒരു ആത്മാവ് ശ്രമിക്കുന്നത്. അതായത് അതിന് നേരിട്ട് വന്ന് അങ്ങനെ കൊല്ലാനൊന്നും കഴിയില്ല. എല്ലാവരും ആകെ ഭയന്ന് പറിച്ചു പോവുകയാണ്, സോഫിയും ഹാരിയും ബാക്കിയുള്ള എല്ലാ കുട്ടികളും. പക്ഷെ ഈ കാര്യമൊന്നും ഒരു തമാശ പോലെ എടുക്കുകയാണ് ഹെഡ് മിസ്റ്റേഴ്സ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, വട്ടാണോ? ഇതെല്ലാം എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. പ്രേതം, ആത്മാവ്, മണ്ടത്തരം പറയല്ലേ നിങ്ങളിങ്ങനെ. പക്ഷെ ഇതൊന്നും കേൾക്കാൻ സോഫിയ തയ്യാറായില്ല കേട്ടോ. അവരെല്ലാരും ഭയന്നിരിക്കുകയാണ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെഡ് മിസ്റ്റേഴ്സ്, നിങ്ങൾ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ കുട്ടികളെ കൂടെ പേടിപ്പിക്കല്ലേ? ഈ സമയത്താണ് സോഫിയ, അവൾക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അടുത്തല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ, മിണ്ടാതിരുന്നു അവിടെ. എനിക്ക് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ എല്ലാ കുട്ടികൾക്കായിട്ട് സോഫിയ പറയാണ്, എല്ലാവരും ഓരോരുത്തരുടെ കൈ ചേർത്ത് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാണ്. ഇപ്പൊ എല്ലാവരും ഹെഡ് മിസ്റ്റേഴ്സും ഹാരിയും സോഫിയും എഡ്വാർഡിന്റെയും എല്ലാവരും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ എനിക്ക് സോഫിയക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ആ ഒരു വീട്ടിൽ വെച്ച് ആ വൃദ്ധൻ പറഞ്ഞ കാര്യം, അതായത് ആ ഒരു ആത്മാവിനെ ആരാണോ നേരിട്ട് കാണുന്നത് ആ ഒരു സമയത്താണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്, ഒരു കുട്ടി മരണപ്പെടുന്നത്. ഇപ്പൊ സോഫി എല്ലാവരുത്തായിട്ട് പറയാണ്, ഇനി ആര് കണ്ണ് തുറക്കരുത്, എല്ലാവരുടെ കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇറുക്കി പിടിച്ച് കണ്ണടച്ച് നിൽക്കുക. കുട്ടികളെല്ലാവരും അത് തന്നെ കേൾക്കുകയാണ്. അങ്ങനെ എല്ലാവരും കണ്ണടച്ചിട്ട് കൈ കോർത്ത് പിടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഇവരുടെ ചുറ്റുമായിട്ട് ആ ആത്മാവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഭീകരമായ കാര്യമായിരിക്കും അതെന്ന്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഹെഡ് മിസ്റ്റേഴ്സ് വെറുതെ ഒരു അലമ്പുണ്ടാക്കുന്നത്. അതായത് എന്താ നടക്കുന്നത് ഒന്ന് കാണണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കറുത്ത വസ്ത്രം ധരിച്ച ആ ഒരു സ്ത്രീ പെട്ടെന്നൊരു കണ്ട് പേടിച്ചു പോയ ആ സ്ത്രീ ഇപ്പൊ സോഫിയുടെ മേത്തേക്ക് വീഴാണ്. അവളുടെ ദേഹത്ത് എന്തോ അവരുടെ കൈ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ സോഫിയുടെ ബോധം പോവുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കുട്ടികളുടെ കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകാണ്, എല്ലാവരും ചെതറി പോവാണ്. ഈ ഒരു ഗ്യാപ്പിൽ എഡ്വാർഡ് എന്ത് ചെയ്തെന്നോ ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. ഇപ്പൊ അവനെ പിടിക്കാനായിട്ട് തന്നെ അല്ല, അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തന്നെ ഹാരി അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ പല ഭാഗത്തായിട്ട് തീ പിടിച്ചിട്ടുണ്ട്, കാരണം പട്ടാളക്കാർ ബോംബിട്ടതാണ്. ഇപ്പൊ എഡ്വാർഡിനെ വിളിച്ചുകൊണ്ട് തന്നെ തൊട്ട് പിന്നാലെ ഹാരി വരുന്നുണ്ട്. എഡ്വാർഡ് നിക്കുമോനെ നിക്കുമോനെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഡ്വാർഡിനെ കാണാനില്ല. ഇപ്പൊ അവിടെ മുഴുവനും നോക്കുകയാണ് ഹാരി. ഈ സമയത്താണ് അവിടെ തകർന്നു കിടക്കുന്ന വിമാനത്തിന്റെ ഉള്ളിൽ നിന്നും ചെറിയ എന്തോ ശബ്ദം കേട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ഹാരി നോക്കുന്നത്. അതിന്റെ ഉള്ളിലായിട്ട് കുട്ടിയെ പോലെ ആരോ ഇരിക്കുന്നുണ്ട്. പതി അതിന്റെ ഉള്ളിലേക്ക് കയറി ഹാരി പതി അതിന്റെ അടുത്തേക്ക് പോയിട്ട് തോളത്ത് തട്ടി വിളിക്കുകയാണ്, എഡ്വാർഡ് വാ നമുക്ക് പോവാം. ഈ സമയത്താണ് കുട്ടിയെ പോലെ തോന്നിക്കുന്ന ആ രൂപം തിരിഞ്ഞു നോക്കുന്നത്. ശരിക്കും അതൊരു ആത്മാവായിരുന്നു. പേടിച്ചു പോയ ഹാരി പെട്ടെന്ന് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴാണ് എഡ്വാർഡിനെ പിന്നെയും കാണുന്നത്. അവന് വിളിച്ചുകൊണ്ട് തന്നെ അവന്റെ പിന്നാലെ പോകുന്ന സമയത്താണ് അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നത്, പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് സോഫിയാണ്. സോഫിയുടെ സ്വപ്നത്തിലാണ്. സോഫിയ കാണുന്ന സ്വപ്നം എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പ്രസവിച്ച ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് പോകുന്ന നേഴ്സ്. ഇപ്പൊ ആ പോകുന്ന നേഴ്സിന്റെ മുഖത്തേക്കായിട്ട് സോഫി ഇങ്ങനെ നോക്കുമ്പോ പെട്ടെന്ന് ആ നേഴ്സിന്റെ മുഖം മാറുകയാണ്. അതാ കറുത്ത വസ്ത്രം ധരിച്ച ആത്മാവിന്റെ മുഖമായിട്ട് മാറുകയാണ്. ഇപ്പൊ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് സോഫിയ. പെട്ടെന്ന് തന്നെ സോഫിയ ചോദിക്കുകയാണ്, എവിടെ എഡ്വാർഡ്, എവിടെ എഡ്വാർഡ്? പക്ഷെ എല്ലാവരും തലകുനിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഹാരി പറയുകയാണ്, എഡ്വാർഡ് മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ സോഫിയ പറഞ്ഞു, ഇല്ല ഇല്ല അവൻ മരിച്ചിട്ടുണ്ടാവില്ല. ഹാരി പറഞ്ഞു, എന്റെ മുന്നിൽ വെച്ചാണ് അവിടെ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. അവന്റെ ഷൂ എടുത്ത് സോഫിയക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും സോഫിയ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ നിൽക്കുന്ന സോഫിയ എടുത്ത് ഇപ്പൊ ഹാരി പറയുകയാണ്, എന്തായാലും അവൻ മരിച്ചു കളഞ്ഞു, ബാക്കിയുള്ള കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിച്ചുകൂടെ? അങ്ങനെ ഇപ്പൊ ഹാരി ഒരു ബസ് റെഡിയാക്കിയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ എല്ലാ കുട്ടികളും കയറ്റുകയാണ്. പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ തന്നെ ഒരു ജീപ്പ് സ്റ്റാർട്ട് ആവുന്ന ഒച്ച ഇപ്പൊ ഹാരി കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഈ സോഫി ഈ ഹാരി പറഞ്ഞ കാര്യം ഒന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അതായത് ഈ ഹാരിയുടെ ജീപ്പ് സോഫിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നേരെ പോവാണ് ആ ഒരു പ്രേത വീട്ടിലേക്ക്. പരമാവധി തന്നെ വേഗത്തിൽ ചെന്ന് ആ ഒരു ജീപ്പിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഹാരിക്ക് അതിന് കഴിഞ്ഞില്ല. അവൾക്കുള്ള സകല ധൈര്യവും വേഗത എടുത്തുകൊണ്ട് തന്നെ ആ ഒരു വഴിയിലൂടെ, ആ കടലിന്റെ നടുവിലുള്ള വഴിയിലൂടെ ആ ഒരു ദ്വീപിലേക്ക് പോവുകയാണ്. പിന്നീട് ആ ഒരു പ്രേത വീട്ടിലേക്ക്, ആ കോട്ടയിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് സോഫിയുടെ പേടിയെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് വളരെയധികം ദേഷ്യമാണ്, കലിപ്പിലാണ്. സോഫിയുടെ ആ ഭയം പോകാനുള്ള കാരണം എന്താ, അവളിപ്പോ ഒരു അമ്മയായി മാറിയിട്ടുണ്ട്. എഡ്വാർഡ് അവളുടെ സ്വന്തം മകനായിട്ട് അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സകല ധൈര്യം സംഭരിച്ച് ആ ഒരു പ്രേത വീട്ടിലേക്ക് അവൾ കയറി പോവാണ്.
എഡ്വാർഡ് മോനെ മോനെ എന്ന് വിളിച്ചിട്ട് അതിന്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. പക്ഷെ ആ ഒരു ആത്മാവ് സോഫിയ അങ്ങനെ വെറുതെ വിടാനൊന്നും തയ്യാറായിരുന്നില്ല. ഇപ്പോ ഈ എഡ്വാർഡിനെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സോഫിയ അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഡിന്റെ മുകളിലായിട്ട് ആരോ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ദേഹത്തൂടെ ഒരു തുണിയും മൂടിയിട്ടുണ്ട്. പതിയെ ആ ഒരു തുണി മാറ്റിയ സോഫിയ ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം കുറച്ചു നേരം മുന്നേ ആ ഒരു ബങ്കറിൽ നിന്ന് മരിച്ചുപോയ ജെസി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഡെഡ് ബോഡി ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നീട് അവൾ കിടക്കുന്ന ആ ഒരു മൃതദേഹം കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് സോഫിയ എന്ത് ചെയ്തു, അതിന്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കിയാണ്. പക്ഷെ അടിയിലായിട്ട് ഒന്നും കണ്ടില്ല. ഇതേ സമയത്ത് മുകളിൽ നിന്നും വന്ന ഒരു കൈയെ ഇപ്പൊ സോഫിയുടെ ഷോൾഡറിൽ ഇങ്ങനെ വെക്കുകയാണ്. ആ ഒരു പ്രസൻസ് മനസ്സിലായ സമയത്ത് തന്നെ സോഫിയ ഞെട്ടിത്തരിച്ചു പോയി. അവളിപ്പോ ബേക്കിലേക്ക് തെറിച്ചു വീഴാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഓരോ ബൾബുകളും മിന്നി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ മരിച്ചു പോയിട്ടുള്ള ജെസി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മൃതദേഹം ഉണ്ടല്ലോ അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതേ സമയത്ത് സോഫിയുടെ മനസ്സിലേക്ക് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു വേദന ഉണ്ടല്ലോ അത് ശക്തമായിട്ട് തന്നെ ആ ഒരു ആത്മാവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉറക്കനെ നിലവിളിച്ച സോഫിയ പറയുകയാണ്, ഇനി ഞാൻ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തില്ല, എനിക്ക് അവനെ വേണം, എഡ്വാർഡിനെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കനെ അലറിയാണ്. പെട്ടെന്ന് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ശാന്താകുകയാണ്. ഇപ്പൊ പതിയെ പതിയെ ആ ഒരു വീടിന്റെ മുകളിലേക്കായിട്ട് സോഫിയ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ സ്വബോധമൊന്നും ഇല്ലാതെ സോഫിയ എഡ്വാർഡിനെ നോക്കിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ വരാന്തയിലൂടെ അവിടെയുള്ള ഓരോ മുറികളുടെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും സോഫിയ പോകുന്നത് അവളുടെ എന്താ പറയാ താല്പര്യത്തോടെ ഇടില്ല, ആ ഒരു ആത്മാവ് അവളുടെ ഇങ്ങനെ ആവാഹിച്ചു കൊണ്ടുപോവാണ്. എന്നിരുന്നാലും അതിനെ നേരിടാൻ സോഫിയ തയ്യാറായിരുന്നു. കാരണം എഡ്വാർഡിനെ അവൾക്ക് വേണമായിരുന്നു. അങ്ങനെ ഇപ്പൊ ആത്മാവ് സോഫിയ ഒരു മുറിയിലേക്കായിട്ട് എത്തിച്ചിട്ടുണ്ട്. ആ മുറി എന്ന് പറയുന്നത് ജാനറ്റ് ആത്മഹത്യ ചെയ്ത ആ മുറി തന്നെയാണ്. അവിടെ ഇപ്പൊ ഒരു ചാരുകസാരയുണ്ട്, അതിങ്ങനെ പതിയെ പതിയെ ആടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ മുറിയുടെ വാതിൽ തനിയെ അടഞ്ഞു പോവാണ്. പിന്നീട് ആ മുറിയുടെ ഉള്ളിൽ നിന്ന് വളരെയധികം ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഓരോന്നും കേൾക്കാനുണ്ട്. ഇപ്പോഴാണ് ആ മുറിയുടെ ഒരു ജനാലയുടെ ഒരു കാഴ്ച ഇപ്പൊ സോഫിയ കാണുന്നത്. അതായത് ഒരു ചതുപ്പ് നിലം, ആ ചതുപ്പ് നിലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാണ് എഡ്വാർഡ്. പതിയെ പതിയെ അവൻ അതിലിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സോഫിയക്ക് അവളുടെ കുഞ്ഞിന് നഷ്ടപ്പെട്ട ആ ഒരു വേദന ഉണ്ടല്ലോ, ആ ഒരു വിഷമുണ്ടല്ലോ, ആ ഒരു ആത്മാവ് അവളുടെ മനസ്സിലേക്ക് നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കുകയാണ്. മാത്രമല്ല അവിടെ തൂങ്ങാനായിട്ട് തന്നെ ഒരു കയറും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആത്മാവ് സോഫിയെ പ്രേരിപ്പിക്കുകയാണ്, ആത്മഹത്യ ചെയ്യോ. കാരണം ഇതേ സിറ്റുവേഷനിലാണ് ജാനറ്റ് ആത്മഹത്യ ചെയ്ത്. ഈ ഒരു ജനലിലൂടെ നോക്കി നിൽക്കുകയാണ് അവളുടെ മകനായിട്ടുള്ള നെതാനിയൽ ആ കുതിരവണ്ടി തകർന്ന് ആ ചതുപ്പിലേക്ക് വീണ് മരിച്ചത്. ആ നിമിഷം തന്നെ ജാനറ്റ് അവിടെ ഉണ്ടായിരുന്ന കയറിൽ തൂങ്ങി മരിച്ചു. അതുപോലെ തന്നെ സോഫിയെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ് ജാനറ്റിന്റെ ആത്മാവ്. പിന്നീട് എഡ്വാർഡ് മരിച്ചു കഴിഞ്ഞു, അങ്ങനെ ഒരു ചിന്ത സോഫിയുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് പതിയെ പതിയെ സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞല്ലോ, ആ ഒരു ചിന്തയിൽ സോഫിയ പതിയെ പതിയെ ആ കയറിന്റെ അടുത്തേക്ക് വരികയാണ്. തൂങ്ങി മരിക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ മനസ്സിലുള്ള എഡ്വാർഡിനോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു വാത്സല്യം ഉണ്ടല്ലോ, അത് പൊട്ടിത്തെറിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒല്ലറി വിളിക്കുകയാണ് സോഫിയ, ദുരാത്മാവേ നീ എന്ത് തന്നെ ചെയ്താലും ശരിയടി, എന്റെ മകനെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ റൂമിന്റെ ഫ്ലോർ ഉണ്ടല്ലോ അത് തല്ലി തകർക്കുകയാണ് സോഫിയ. അതെന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഈ മുറിയുടെ ഫ്ലോറിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട്. അതിലൂടെ നോക്കുമ്പോഴാണ് ഈ കുട്ടികളെല്ലാം കിടക്കുന്ന ആ നീണ്ട മുറി കാണുന്നത്. അപ്പോ ഈ എഡ്വാർഡ് എപ്പോഴും കട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു മുറിയുടെ അടിഭാഗമായിരുന്നു. അതിലൂടെ ജാനത്ത് തന്നെയാണ് ഈ എഡ്വാർഡിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് മുഴുവനായിട്ട് തകർത്ത് അതിലൂടെ ഇപ്പൊ താഴേക്ക് ഇറങ്ങിയാണ് സോഫിയ. പെട്ടെന്ന് തന്നെ അവൾ ഓട്ടിപ്പോവാണ് ഇങ്ങോട്ടേക്ക്, ആ ചതുപ്പിലേക്ക്. അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എഡ്വാർഡിനെ വളരെ ഒച്ചത്തിൽ തന്നെ സോഫിയ വിളിക്കുന്നുണ്ട്, മോനെ നിക്ക്, അതിലേക്ക് ഇറങ്ങി പോകല്ലേ. ഇപ്പൊ ആ വെള്ളത്തിലേക്ക് ഇപ്പൊ സോഫിയ ഇറങ്ങിയാണ്. പക്ഷെ അവൾക്ക് എഡ്വാർഡിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം വെള്ളത്തിന്റെ അടിയിലൂടെ വന്ന ചില ആത്മാക്കള് സോഫിയുടെ കാലിൽ ഇറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് എഡ്വാർഡ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ ഏകദേശം വായുടെ അടുത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. പിന്നീട് മൂക്കിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അതായത് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവൻ മുങ്ങി മരിക്കും. ഈ സമയത്ത് സോഫി ഒരു കാര്യം ഉറക്കനെ വിളിച്ചു പറയാണ്, എഡ്വാർഡ് മോനെ നീ നിന്റെ അമ്മയെ കുറിച്ച് ആലോചിക്കുക, നിന്റെ കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ഇപ്പോ എഡ്വാർഡിന്റെ ആ പഴയ ഓർമ്മകളിലേക്ക് സോഫി അവനെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം അവൻ ഏറ്റവും ഇഷ്ടമാണ് അവന്റെ അമ്മയുടെ ഓർമ്മകളിലേക്ക് വന്നതോടെ അവൻ ആ ആത്മാവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ എഡ്വാർഡ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവക്കുട്ടിയെ വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് തന്നെ സോഫിയുടെ അടുത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സോഫിയും എഡ്വാർഡിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ സോഫിയക്ക് എഡ്വാർഡിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും വെള്ളത്തിനടിയിൽ നിന്ന് എന്തോ ഒന്ന് വന്നത് എഡ്വാർഡിനെ താഴേക്ക് പിടിച്ചങ്ങ് വലിക്കുകയാണ്. സോഫിയ ഒന്നും ആലോചിച്ചില്ല. അവള് പെട്ടെന്ന് തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് കറുത്ത നിറത്തിലുള്ള ആത്മാക്കൾ വന്നിട്ട് എഡ്വാർഡിനെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. സോഫിയ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിന്റെ മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും സോഫിയ എഡ്വാർഡിനെ വിട്ടില്ല. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഈ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും എന്നായിരുന്നു സോഫിയ വിചാരിച്ചിരുന്നത്. കാരണം ആദ്യത്തേതുപോലെ തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ അവൾ തയ്യാറായിരുന്നില്ല. വെള്ളത്തിനടിയിൽ കിടന്ന് സോഫിയും എഡ്വാർഡ്
എഡ്വാർഡ് ഇങ്ങനെ പെടയുന്ന സമയത്ത് തന്നെ മുകളിൽ നിന്നും ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, കറുത്ത വസ്ത്രം ധരിച്ച ജാനറ്റ് എന്ന ആത്മാവ്, അവളിങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ വെള്ളത്തിലേക്ക് ആരോ ഒരാൾ എടുത്തു ചാടുന്നത്. ആരായിരിക്കും? മറ്റാരുമല്ല, നമ്മുടെ കഥയുടെ ഹീറോ ആയിട്ടുള്ള ഹാരി തന്നെയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, അതായത് ഹാരിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്, നീന്താനൊക്കെ അറിയാം, പക്ഷെ ചില സംഭവങ്ങൾ അവന്റെ മനസ്സിൽ പേടി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കാതെ തന്നെ അവന്റെ പേടി മാറ്റി വെച്ചുകൊണ്ട് തന്നെ സോഫിയും എഡ്വാർഡിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിലേക്ക് വരികയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ എഡ്വാർഡിനെയും സോഫിയും ആ ഒരു ആത്മാക്കളുടെ കയ്യിൽ നിന്നും അവൻ പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് സോഫിയും എഡ്വാർഡിനെയും ഹാരിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ആ ആത്മാവ് പിന്നീട് ഹാരിയെ കയറി പിടിക്കുകയാണ്. അവന് വെള്ളത്തിന്റെ അടിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹാരി കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, സോഫിയ വേഗം തന്നെ പൊയ്ക്കോ, വേഗം തന്നെ പൊയ്ക്കോ എന്ന്. പക്ഷെ സോഫിയക്കുണ്ടോ അവനെ വിട്ടുവരാൻ കഴിയുന്നു? അങ്ങനെ വളരെയധികം ദുഃഖത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് തന്നെ സോഫിയ ആ വെള്ളത്തിൽ നിന്നും എഡ്വാർഡിനെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അവനെ കെട്ടിപ്പിടിക്കുകയാണ്. മോനെ, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു പറയാണ്. പക്ഷെ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന ഹാരിയുടെ കാര്യം എന്തായി? പാവം, അവൻ മരിച്ചുപോയി. അവന്റെ ഉള്ളിൽ ഒരുപാട് പശ്ചാത്താപം ഉണ്ടായിരുന്നു, അവന്റെ കൂട്ടുകാരെ ഇതുപോലെ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. എന്നിരുന്നാലും ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും സോഫിയ ഇപ്പൊ ഹാരി രക്ഷിച്ചു കഴിഞ്ഞു. അങ്ങനെ കുറച്ച് മാസങ്ങളൊക്കെ കടന്നു പോവുകയാണ്. യുദ്ധം ഏകദേശം തീരാനായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പൊ സോഫിയും എഡ്വാർഡും പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തം മകനായിട്ട് തന്നെ എഡ്വാർഡിനെ സോഫിയ കാണുകയാണ്. ഇപ്പൊ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എഡ്വാർഡിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സോഫിയ. ഈ സമയത്ത് എഡ്വാർഡ് ചോദിക്കുകയാണ്, അമ്മേ, ആ സ്ത്രീ ഇനി വീണ്ടും വരുമോ? ഈ സമയത്ത് സോഫിയ പറയാണ്, അവര് വന്നാലും ശരി, ഇനി നിന്നെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല മോനെ. അവര് വന്നാലും ശരി, നമുക്ക് ധൈര്യമായിട്ട് അവരെ നേരിടാം. അങ്ങനെ ഇപ്പൊ സോഫിയ മകനെയും കൂട്ടിയിട്ട് എഡ്വാർഡിനെയും കൂട്ടിയിട്ട് വീടിന്റെ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ സോഫിയയുടെ വീട്ടിലായിട്ട് അവൾ ഹാരിയുടെ ഓർമ്മക്കായിട്ട് അവന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ചില്ലിപ്പോ പതിയെ തകരുകയാണ്. അതിലിപ്പോ ആ കറുത്ത വസ്ത്രം ധരിച്ച ആ സ്ത്രീയുടെ ജാനറ്റിന്റെ രൂപം തെളിഞ്ഞു വരികയാണ്. ചില്ല് പൊട്ടിത്തെറിച്ചു. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ജാനറ്റ് അവൾ എപ്പോഴും ബാക്കിയായിട്ട് തന്നെ ഉണ്ട്, കാത്തിരിക്കുകയാണ് അടുത്ത ഇരയ്ക്ക് വേണ്ടിയിട്ട്. ആ ഒരു പ്രേതക്കോട്ടയില് ഗിഫോർഡ് എന്ന ആ ഗ്രാമം, കുട്ടികൾ തനിയെ ആത്മഹത്യ ചെയ്യുന്ന ആ ഗ്രാമം, അവിടെയുള്ള ആ ദ്വീപില്, കടലിന്റെ നടുവിലായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ദ്വീപിലെ ആ വീട്ടില് അവള് കാത്തിരിക്കുകയാണ് പുതിയ ഇരകൾക്ക് വേണ്ടി തന്നെ. എന്തായാലും നമുക്കും അതിനു വേണ്ടി കാത്തിരിക്കാം, അല്ലേ? എന്താണ് ഇപ്പൊ കഥയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും കേട്ടോ ഈ ഒരു ആത്മാവിനെ അങ്ങോട്ടേക്ക്, ജാനറ്റിനെ. എന്നാ പിന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ ആ കഥ പറഞ്ഞുതരാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.